ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് പ്രണയാനു. അപ്പോൾ എന്നെ അധികം ആളുകൾക്കൊന്നും അങ്ങനെ അറിയില്ല. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ചാനൽ തുടങ്ങി 2 months ആവുന്നതേ ഉള്ളൂ. അപ്പോൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഞാൻ മെയിനായിട്ടും പെയിൻറ്റിങ്ങിൻ്റെ ക്ലാസ്സുകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഫാബ്രിക് പെയിൻറ്റിങ്ങിൻ്റെ ക്ലാസ്സുകൾ ഇപ്പോൾ 2 months ആയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ യൂട്യൂബിൽ വീഡിയോസായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ കുറച്ച് ആളുകളൊക്കെ കാണുന്നുണ്ട്, റിപ്ലൈ തരുന്നുണ്ട്, കമൻസ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഇനിയും ചാനലൊക്കെ കാണാത്ത ആളുകളുണ്ടെങ്കിൽ പ്രണയ അനൂപ് ഒഫീഷ്യൽ എന്നുള്ള ചാനലിൽ കയറുക, എന്നിട്ട് വീഡിയോസൊക്കെ കാണുക. താല്പര്യമുള്ള ആളുകളൊക്കെ പഠിക്കുക. അതിനോടൊപ്പം തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിളായിട്ടൊരു എംബ്രോയ്ഡറി ഡിസൈൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇതുവരെ ഞാൻ എംബ്രോയ്ഡറിയുടെ വീഡിയോസൊന്നും ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി ചെയ്തൊരു ഡ്രസ്സാണ്, അതിനകത്തുള്ളൊരു ഡിസൈനാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകളൊക്കെ കാണുക. അതുപോലെ തന്നെ ഡ്രസ്സിലൊക്കെ ചെയ്ത് നോക്കാം. കുട്ടികളുടെ ഡ്രസ്സിലും വലിയ ആളുടെ ഡ്രസ്സിലും ഒക്കെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഈ ഒരു ഡ്രസ്സിലാണ് ഞാനിപ്പോൾ എംബ്രോയ്ഡറി ചെയ്യാൻ പോകുന്നത്. ഇതൊരു ഫ്രിൽഡ് ഫ്രോക്കാണ്, പ്ലെയിൻ വൈറ്റ് ഫ്രോക്കാണ്. ഇതിനകത്താണ് ഇത് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്ത ഫ്രോക്കാണിത്. ഈ ഒരു ഡിസൈനിലാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതത്ര ക്ലിയർ അല്ല, എന്നാലും ആ ഒരു ബേസിൽ തന്നെയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ റണ്ണിങ് സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. റണ്ണിങ് സ്റ്റിച്ച് എല്ലാവർക്കും അറിയാം. അതായത് നമ്മൾ കൈത്തുന്നൊക്കെ തുന്നുന്ന സമയത്ത് നമ്മൾ ഡ്രസ്സിന് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു സ്റ്റിച്ചില്ലേ, അത് സെയിം തന്നെയാണ്. ഇതുപോലെ ജസ്റ്റ് ഒരു റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു ഫ്ലവറിൻ്റെ തണ്ടാണ് ഞാനിപ്പോൾ വരയ്ക്കാൻ പോകുന്നത്, ചെയ്ത് കൊടുക്കുന്നത്. നോക്കിക്കോളൂ, ഇതുപോലെ തന്നെ റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് ഗ്രീൻ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ എംബ്രോയ്ഡറി ത്രെഡാണ്. എംബ്രോയ്ഡറി ത്രെഡ് നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല ത്രെഡ് തന്നെ യൂസ് ചെയ്യുക. ഇതിനിപ്പോൾ ഒരു 10 rupees ആ ഒരു റേഞ്ചിൽ വരുന്ന ത്രെഡാണ്. അപ്പോൾ അതുപോലെയൊക്കെയുള്ള ത്രെഡ് തന്നെ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി സെയിം ഗ്രീൻ കളർ ത്രെഡാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ത്രെഡ് നമ്മൾ 6 അളവിലാണ് ഉണ്ടാവുക. അപ്പോൾ അതിനെ ഞാനൊരു 3 മാത്രമേ അതിനകത്ത് എടുത്തിട്ടുള്ളൂ. 3 ലെയർ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതായത് ഒരു ത്രെഡിനെ തന്നെ നേരെ പകുതിയാക്കിയിട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെയ്യാം. എന്നാൽ ഇതുപോലെ നമ്മളിപ്പോൾ ആ റണ്ണിങ്ങിനുള്ളിലൂടെ ഈ ഒരു സെയിം ത്രെഡിനെ തന്നെ ഇതുപോലെ ചുറ്റിച്ച് വരികയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ വിപ്പിഡ് റണ്ണിങ് എന്നാണ് പറയുക കേട്ടോ. വിപ്പിഡ് റണ്ണിങ് സ്റ്റിച്ച് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തു വെച്ച സെയിം റണ്ണിങ് സ്റ്റിച്ചിലൂടെ ഈ ഒരു ത്രെഡിനെ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കും. അപ്പോൾ അതിനുശേഷം നമുക്ക് സൂചി താഴേക്ക് ഇറക്കി ലോക്ക് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മളൊരു കെട്ടിട്ട് കൊടുക്കുക അടിയിൽ. അതാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലൊരു തണ്ടിൻ്റെ രൂപത്തിൽ നമുക്കിത് കിട്ടും. ഇനി നമുക്കിതിനൊരു ഫ്ലവർ പോലെ ആക്കി കൊടുക്കണം. അതിന് ഞാൻ ബുള്ളിയൻ നോട്ട് എന്നുള്ള സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു കളർ വെച്ചിട്ടാണ് ഞാനത് ചെയ്ത് കൊടുക്കുന്നത്. ഫസ്റ്റ് ഞാൻ ഇതുപോലെ 3 ത്രെഡ് എടുത്തിട്ടുണ്ട്, കോർത്തു. അതിനുശേഷം ഞാനത് രണ്ടും ഒരേ രീതിയിൽ തന്നെ വെച്ചിട്ട് കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അതിനുശേഷമാണ് ഞാൻ ഇപ്പോൾ ബുള്ളിയൻ നോട്ട് ചെയ്യാൻ പോകുന്നത്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ അതിനെ നോട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം ക്ലോത്തിൻ്റെ അടിയിൽ നിന്ന് പുറത്തേക്ക് നീഡിലെടുത്തിട്ട് ബുള്ളിയൻ നോട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കുക. ഇതുപോലെ സൂചി ഇതുപോലെ ചെയ്യുക. അത് നമ്മൾ നേരെ കുത്തിയതിൻ്റെ പുറകിൽ നിന്നും തുടങ്ങിയിട്ട് സൂചി ഇങ്ങനെ എടുക്കുക. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള ആ ഒരു ത്രെഡ് ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കുക. നീഡിലിനെ ചുറ്റിച്ചു കൊടുക്കുക. ഒരു 6 7 ആ ഒരു ചുറ്റൽ മതി കേട്ടോ. അത്രയും പ്രാവശ്യം ഇത് ഞാൻ ചുറ്റി കൊടുക്കുന്നുണ്ട്. ഏകദേശം ആ ഒരു ഗ്യാപ്പ് അനുസരിച്ചിട്ട് വേണം നമ്മൾ നീഡിൻ്റെ മേലെ ഈ ത്രെഡ് ചുറ്റി കൊടുക്കാൻ. അപ്പോൾ അതിനുശേഷം ഇതുപോലെ നല്ല പോലെ ടൈറ്റ് ചെയ്തിട്ട് ആ ത്രെഡിനെ അവിടെ ഫിക്സ് ചെയ്ത് വെക്കുക. ഇതുപോലെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു നോട്ട് കിട്ടും. ഇത് കണ്ടില്ലേ, ഇതുപോലൊരു ബുള്ളിയൻ നോട്ട് നമുക്ക് അവിടെ കിട്ടും. അതിനെ തന്നെ സെയിം മെത്തേഡിൽ തന്നെ അവിടെ ഒരു 5 6 എണ്ണം ചെയ്ത് വയ്ക്കുക. ഇതുപോലെ സെയിം തന്നെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഏത് രീതിയിലാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം.
നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ്, ഈ ഒരു ഷേപ്പിലാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്. ഇതുപോലെ ചെയ്ത് കൊടുക്കുക. നല്ല പോലെ ചെയ്യാം. ഇതുപോലെ ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ സൂചി മാത്രം വലിച്ചെടുക്കുക. അപ്പോൾ അവിടെ നമുക്കൊരു ബുള്ളിയൻ നോട്ട് അവിടെ ഉണ്ടാവും. അപ്പോൾ അതിനെ ആ ഒരു നോട്ടിനെ അവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കുക. സൂചി അടിയിലേക്ക് എടുക്കുക. പിന്നെ നെക്സ്റ്റ് വീണ്ടും നമ്മൾ സെയിം പ്രൊസീജിയർ തന്നെ ചെയ്യുക. ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ഒരു ബുള്ളൻ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നെക്സ്റ്റ് ചെയ്യുക. അതേ റൂട്ടീനിൽ തന്നെ ചെയ്ത് വരിക കേട്ടോ. ഓപ്പോസിറ്റ് സൈഡായിട്ട് അങ്ങനെ ചെയ്യുക. അതുപോലെ നമുക്ക് അവിടെ ഒരു ഫ്ലവറിൻ്റെ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. കുഞ്ഞ് ഫ്ലവറൊക്കെ ഉണ്ടാവില്ലേ, അതുപോലത്തെ ചെറിയ കുഞ്ഞു ഫ്ലവറിൻ്റെ രീതിയിലാണ് ഇത് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇത് ഫിനിഷായിട്ട് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ മനസ്സിലാവും കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡ്രസ്സിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണിത്. നല്ല ഭംഗിയുണ്ടാവും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഫുള്ള് ഫിനിഷിങ്ങിൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. പെട്ടെന്ന് കഴിയുകയും ചെയ്യും. അതുകൊണ്ട് താല്പര്യമുള്ള ആളുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫസ്റ്റ് ടൈം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് വേറെ ഏതെങ്കിലും ക്ലോത്തിലൊക്കെ ചെയ്ത് പഠിക്കുക. അതിനുശേഷം നമുക്ക് നല്ല ക്ലോത്തിലേക്ക്, അതായത് നമ്മുടെ ഡ്രസ്സിലേക്ക് നമുക്കിത് ആ ഒരു ഡിസൈന് മാറ്റിക്കൊടുക്കാവുന്നതാണ്. അതായത് ഇതുപോലെ സെയിം തന്നെയാണ് ഞാൻ നേരത്തെ കാണിച്ച റണ്ണിങ് ഇട്ട് അതിനുശേഷം വിപ്പിഡ് റണ്ണിങ് പോലെ, അതായത് ഓരോ റണ്ണിങ്ങിനുള്ളിലൂടെയും ത്രെഡ് പാസ് ചെയ്ത് പോയിട്ട് ഇതുപോലെ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. എല്ലാം അതുപോലെ തന്നെ ചെയ്തെടുക്കുക, സെയിം തന്നെ. അതുപോലെ ആ ഫ്ലവറും ബുള്ളിയൻ നോട്ട് വെച്ചിട്ട് തന്നെ ഞാൻ കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. ഇതൊക്കെ സ്പീഡാക്കുന്നതാണ്. ഭയങ്കര ഇപ്പോൾ തന്നെ നല്ല ലോങ് വീഡിയോ ആണിത്. അപ്പോൾ ഫുള്ളായിട്ടൊന്നും ആരും കാണില്ല എന്ന് എനിക്കറിയാം. എന്നാലും പരമാവധി താല്പര്യമുള്ള ആളുകളൊക്കെ ഫുൾ വീഡിയോ തന്നെ കാണുക, സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അതായത് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ. ഇതുപോലെ ഞാൻ വീണ്ടും ആ സെയിം ബുള്ളിയൻ നോട്ട് തന്നെ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരുന്നുണ്ട്. മനസ്സിലായിട്ടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീണ്ടും സ്ലോ ചെയ്ത് കാണിക്കുന്നത്. സെയിം മെത്തേഡ് തന്നെയാണ് ഞാൻ നേരത്തെ ചെയ്തത്. അത്രയും ഭാഗം ചെയ്ത് വെച്ചിന്. ഇതിപ്പോൾ ഈ രണ്ടെണ്ണം കൂടി ഉണ്ട് ചെയ്യാൻ. അപ്പം ഞാൻ വിചാരിച്ചു ഒന്നുകൂടി അത് കാണിച്ചു തരാം. സെയിം നീഡിലിൻ്റെ മുകളിൽ ഈ ത്രെഡ് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 5-6 പ്രാവശ്യം മതിയാവും. നമ്മൾ ആ ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് വേണം ചുറ്റിച്ച് കൊടുക്കാൻ കേട്ടോ. ഒരു ഇച്ചിരി ടൈറ്റായ പോലെ ഉണ്ട്. അപ്പോൾ ഞാനതൊന്ന് ലൂസാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇങ്ങനെ വലിച്ചെടുക്കാം. ഓക്കെ ആയിട്ടുണ്ട്. ഇതുപോലെ ബുള്ളിയൻ നോട്ട് ചെയ്യാം. നേരെ ഓപ്പോസിറ്റ്, ഇനി അതിൻ്റെ നേരെ തൊട്ട് അപ്പുറത്ത് തന്നെ ചെയ്യാം. അതിനുശേഷം ഓപ്പോസിറ്റ് സൈഡായിട്ട് ചെയ്യാം. അങ്ങനെ ചെയ്തുകൊണ്ടേ വരിക. അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഞാനത് കാണിച്ചു തരാം. ഇനി ഞാനിതിൻ്റെ ലീഫ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് ഞാൻ ഒന്ന് സ്ലോ ചെയ്ത് കാണിച്ചത്. ഞാൻ നേരത്തെ ഇവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് സാറ്റിനൊക്കെ ചെയ്യില്ല, അതുപോലെ നമ്മൾ ജസ്റ്റ് ഒരു നീഡിൽ അതിലൂടെ ഇട്ടിങ്ങനെ വലിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സെൻറ്ററിൽ വലുത്, അതിന് നേരെ രണ്ട് സൈഡിൽ അതിൻ്റെ നേരെ ചെറിയ രീതിയിൽ ചെയ്ത് കൊടുക്കുക. വലുതിൽ നിന്ന് ചെറുതിലേക്ക് പോകുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് സാറ്റിന് പോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് നമ്മളതിങ്ങനെ നീഡിൽ ത്രെഡ് ഇങ്ങനെ വലിച്ചു കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഒരു ലീഫിൻ്റെ എഫക്റ്റ് അവിടെ വരണം, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. കുഞ്ഞു ലീഫുകളാണ്, അപ്പോൾ നമ്മൾ അത്രയും മൈന്യൂട്ടായിട്ട് മാത്രമേ അവിടെ ചെയ്ത് കൊടുക്കേണ്ടതുള്ളൂ. ഇതുപോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ ഫ്ലവറിനും നമുക്കിതുപോലെ ലീഫ് വെച്ച് കൊടുക്കാം. ഇങ്ങനെയാണെന്ന് എനിക്കിപ്പോൾ ഇത് കിട്ടിയിട്ടുള്ളത്. നല്ല കളർ കോമ്പിനേഷൻ, ആ വൈറ്റിൽ ആ ഒരു ബ്ലൂ വന്നപ്പോൾ തന്നെ, അതായത് ലാവൻഡർ കളർ വന്നപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇതുപോലെ ഞാൻ ഇനി ഇതിന് ചെറിയൊരു ബട്ടർഫ്ലൈ കൂടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ആ ഫ്ലവർ മാത്രമായപ്പോൾ എനിക്കൊരു ഫിനിഷിങ് ഇല്ലാത്ത പോലെ തോന്നി. അതുകൊണ്ട് ഞാനൊരു ബട്ടർഫ്ലൈയും കൂടി ഇവിടെ ആ ഇടയ്ക്കുള്ള സ്ഥലങ്ങളിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യണ്ട. അത് മാത്രമാണെങ്കിൽ ഫ്ലവർ മാത്രമാണെങ്കിലും ചെയ്യാം. ഇതുപോലെ ചെയ്തു കൊടുക്കുക. ഇതുപോലെ സാറ്റിനൊക്കെ ചെയ്യുന്ന പോലെ ഒരു 4 ലെയർ നമുക്കിത് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള ബ്ലൂ ഇല്ലേ, ആ ഒരു ലാവൻഡർ കളർ, അപ്പോൾ അത് ഇതിനകത്ത് കോമ്പിനേഷൻ കളറായിട്ട് നമുക്ക് കൊടുക്കാം. എന്നിട്ട് അതിനൊരു ബട്ടർഫ്ലൈയുടെ രൂപത്തിലാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ സെക്കൻഡ് കളറ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് കളർ സെയിം തന്നെയാണ്, യെല്ലോ ചെയ്ത പോലെ തന്നെ ബ്ലൂ വെച്ചിട്ടും ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമ്മൾ നീഡിൽ ഉള്ളിലൂടെ എടുത്ത് ഒന്ന് നമ്മൾ ചെയ്ത ആ ഒരു ത്രെഡിനെ ഫുള്ളായിട്ടൊന്ന് ഇതുപോലെ ചുറ്റി കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് അതായത് ഒരു ബട്ടർഫ്ലൈൻ്റെ ഷേപ്പിൽ അത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യുക. ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ആ ഒരു ത്രെഡ് അതിൻ്റെ ഉള്ളിലൂടെ അതിനൊന്ന് കൂട്ടി മൊത്തമായിട്ടൊന്ന് കെട്ടുന്ന രീതിയിൽ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതുപോലെ നീഡിലുള്ളിലേക്ക് എടുത്ത് ലോക്ക് ചെയ്യാം. ഇതുപോലെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ബട്ടർഫ്ലൈ ഉണ്ട് ഇടയ്ക്ക്. പിന്നെ ഇങ്ങനൊരു ഫ്ലവറും ഈ ഒരു ബട്ടർഫ്ലൈയും ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. സെയിം മെത്തേഡിൽ തന്നെ ഞാൻ ഇതിൻ്റെ സ്ലീവിനും ചെയ്തിട്ടുണ്ട്. സെയിം തന്നെയാണ്, ആ ഒരു ബുള്ളൻ നോട്ട് വെച്ചിട്ടാണ് സ്ലീവിനും ഞാൻ ആ ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. അത് ഞാൻ വെറുതെ ഒരു ഭംഗിക്ക് കൊടുത്തതാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം, അല്ലെങ്കിൽ ഫ്രണ്ടിൽ മാത്രം ആ ഒരു വർക്ക് മാത്രമാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ആളുകളൊന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് എന്താണെങ്കിലും, ഇനി ബാഡ് കമൻറ്റ് ആണെങ്കിലും നല്ല കമൻറ്റ് ആണെങ്കിലും എന്താണെങ്കിലും ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. എല്ലാവരുടെ കമൻറ്റ്സിനും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.